ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവാദം കൂടുതൽ വെളിപ്പെടുത്തൽ അതുതന്നെയാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിട്ട ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മറ്റൊരു പീഡന ശ്രമത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര. മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണം ലഭിച്ച തനിക്ക് സംവിധായകനിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവം 24-നോട് തുറന്നു പറയുകയായിരുന്നു അവർ. പരാതിക്കാരില്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ആവർത്തിക്കുന്നതിനിടയിലാണ് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ. This should have been done much before because from the history of film, we know that people, mostly women, are exploited by and large. See the Me Too movement which had started, Harvey Weinstein. സിനിമാ ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്ത്രീകൾ ചൂഷണത്തിനിരയാകുന്നുണ്ടെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. ബംഗാളി സിനിമാ മേഖലയിലെ ചിലർക്കെതിരെ നടത്തിയ അഭിപ്രായ പ്രകടനം മൂലം താനും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞു. വർഷങ്ങൾക്കു മുൻപ് ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവവും അവർ പങ്കുവച്ചു. Even from your Malayalam film industry as well. Long back, I did get a call from someone, some email or I don't remember a call or an email. And I was asked to travel to Kochi to work with Mammootty in a Malayalam film. വ്യക്തിപരമായ ചില പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് മലയാള സിനിമയിൽ നിന്ന് ക്ഷണം വരുന്നതെന്നും മമ്മൂട്ടിയെപ്പോലൊരു നടനൊപ്പം ജോലി ചെയ്യുന്നത് വലിയ കാര്യമെന്ന് തോന്നിയതുകൊണ്ടുമാണ് കൊൽക്കത്തയിൽ നിന്ന് കൊച്ചിയിലേക്ക് താൻ എത്തിയതെന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. തികച്ചും അപരിചിതമായ സാഹചര്യത്തിൽ ഒറ്റയ്ക്കായ തനിക്ക് ആ രാത്രിയിലുണ്ടായ ദുരനുഭവം ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞാണ് അന്ന് നടന്ന കാര്യങ്ങൾ നടി പങ്കുവച്ചത്. So I went inside with him. His bedroom was dark and we went into the balcony and he was playing with my bangles. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. No. When he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape of. മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ ആ നടിക്ക് ഒരു സംവിധായകന്റെ പെരുമാറ്റം സമ്മാനിച്ച അരക്ഷിതാവസ്ഥയുടെ നേർക്കാഴ്ചയാണ് അവർ നേരിട്ട് വിവരിച്ചത്. കണ്ടും കേട്ടുമറിഞ്ഞ് അഭിമാനത്തോടെ മലയാളത്തിൽ അഭിനയിക്കാനെത്തിയപ്പോഴുണ്ടായ ആ അനുഭവം ദൈവത്തിന്റെ സ്വന്തം നാടിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ കോറിയിട്ട മുറിവായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24.